ഹലോ ഗേസ് ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇൻഫോ എന്ന് പറയുന്നത് ആദ്യം നമ്മളുടെ ഇൻസൈൽ ഉണ്ടായിരുന്ന സ്കിപ്സ് പിന്നീട് സോളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പതാ വീണ്ടും ഇൻസൈനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഇൻസൈൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദിയുടെ കൂടെ സ്കിപ്സ് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ആദിയുടെ കൂടെ വരുമ്പോൾ ഇനി BGISൽ എത്രത്തോളം അടിപൊളിയായിരിക്കും സ്കിപ്സിന്റെയും ടീമിന്റെയും പെർഫോമൻസ് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളി ഓർഗ ആയിട്ടുള്ള വൊമെക്സി സ്പോർട്സ് ഇതാ മോൺസ്റ്ററിന് ഫെയർവെൽ നൽകിയിരിക്കുകയാണ്. BGS റോസ്റ്റേഴ്സിലെ ഒരു മെമ്പർ ആയിരുന്നു മോൺസ്റ്റർ. ഇപ്പൊ ഒഫീഷ്യലി ഫെയർവെൽ നൽകി മോൺസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ് വൊമെക്സി സ്പോർട്സ്. ഇനി മോൺസ്റ്റർ ഏത് ടീമിലേക്കാവും പോകുന്നത്, അതുപോലെ തന്നെ വൊമെക്സിൽ ഏത് പുതിയ പ്ലെയർ വരും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGS 2025 നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. BGS ദ ഗ്രൈൻഡ് ഇൻവൈറ്റഡ് ടീംസുകളെ വെച്ചിട്ടുള്ള ആ ഒരു ദ ഗ്രൈൻഡ് ഇവന്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമുക്ക് അതിന്റെ ഗ്രൂപ്പ് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഫീഷ്യൽ ലൈവ് സ്ട്രീമിംഗ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വൈകുന്നേരം 5 മണിക്ക് ക്രാഫ്റ്റർ ഇന്ത്യ ഈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഈ ഒരു ഇതുണ്ടാവും. അതിലായിരിക്കും ഓരോ ഗ്രൂപ്പുകൾ എങ്ങനെയാണ്, ഓരോ ഗ്രൂപ്പിൽ ഏതൊക്കെ ടീമുകളാണ് വരുന്നത് എന്നൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാളെ മുതൽ ദ ഗ്രൈൻഡ് ഇവന്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മേ ബി നമുക്ക് വരുന്ന 2-3 ദിവസങ്ങളിൽ തന്നെ ഇൻ ഗെയിം ക്വാളിഫയേഴ്സിന്റെ റിസൾട്ടുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ BGS 2025 പ്രൈസ് പൂൾ 2 കോടി രൂപയായിരുന്നു എന്നാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരു അനൗൺസ്മെന്റ് അവരുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. 2 കോടിയിൽ കൂടുതലായിരിക്കും പ്രൈസ് പൂൾ. നമ്മുടെ BGMAയുടെ ഇൻ ഗെയിമിൽ BGMA ഇ സ്പോർട്സ് ക്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇൻ ഗെയിമിൽ പുതിയൊരു ക്രൈറ്റും കൂടി വരാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ ഫുള്ളി ഈ ഒരു പ്രൈസ് പൂളിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം റവന്യൂ ആണ് ആ ഒരു ക്രിയേറ്റിൽ നിന്നും ക്രാഫ്റ്റിന് കിട്ടുന്ന ആ ഒരു റവന്യൂ മൊത്തത്തിൽ നമ്മുടെ BGSന്റെ പ്രൈസ് പൂളിലേക്ക് ആഡ് ആക്കും. അപ്പൊ നല്ല രീതിയിലുള്ള റവന്യൂ കിട്ടുകയാണെങ്കിൽ BGSന്റെ പ്രൈസ് പൂൾ 2 കോടിക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് BGSന്റെ ആ ഒരു ലാൻഡ് ഫൈനൽസ് ആകുമ്പോഴേക്കും അറിയാനായിട്ട് സാധിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ കാർണിവൽ ഗെയിമിങ്ങിന് വേണ്ടി കളിച്ച പ്ലേയേഴ്സ് ഇതാ പുതിയൊരു ഓർഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ കാർണിവൽ ഗെയിമിംഗ് ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആ ഒരു പേര് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഹെക്ടറിന്റെ ആ ഒരു ലൈനപ്പ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ ഒഫീഷ്യലി ആ ഒരു അനൗൺസ്മെന്റും കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. പുതിയൊരു ഓർഗ് ലിഖിത ഈ സ്പോർട്സ് പറഞ്ഞ പുതിയൊരു ഓർഗിലേക്കാണ് നമ്മുടെ ടീം ഹെക്ടർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം വസിഷ്ഠ സ്പോർട്സിന്റെ ഒരു സബ് ഓർഗായിട്ട് വരും. എന്തായാലും ഈ ഒരു പുതിയ ഓർഗും കൂടിയും ഇന്ത്യൻ ഇ സ്പോർട്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹെക്ടർ, ഗോബ്ലിൻ, നിയോ, വൈപ്പർ, നമ്മളെ മലയാളി പ്ലെയർ ആയുള്ള സൈറക്സ്, അങ്ങനെ ഈ ഒരു 5 മെയിൻ റോസ്റ്റേഴ്സ് ആണ് ഈ ഒരു പുതിയൊരു ഓർഗിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. സൈറക്സിന് എത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും ഈ ഒരു പുതിയ ഓർഗിൽ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന ഒരു ബിഗ് കോൺട്രോവേഴ്സി, ഒരു ബിഗ് ചർച്ചയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BGASും ആൻഡ് IQ ടീമുകളും തമ്മിൽ ഏകദേശം സോളും മാനറ്റിക്സും 8-bit അടക്കം 6 IQ പാർട്ണറിംഗ് ടീം BGS നിന്നും ബാക്ക് ഓഫ് ആവുമോ, BGS കളിക്കില്ല എന്നുള്ള ചർച്ചയിലാണ് വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്തവണത്തെ BGS 2025 സ്പോൺസർ ചെയ്യുന്നത് റിയൽമി എന്ന് പറഞ്ഞ മൊബൈൽ ബ്രാൻഡാണ്. അപ്പൊ റിയൽമി മൊബൈൽ ബ്രാൻഡ് BGS സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്രാഫ്റ്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ ഒരു സ്പോൺസർഷിപ്പിലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IQ ടീമുകളുടെ അവരുടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ BGS കളിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ടൈറ്റിൽ നമുക്കറിയാം, IQ എന്നുള്ള പേര് എല്ലാ ടൈറ്റിലും അവരുടെ ഇൻ ഗെയിമിലാണെങ്കിലും ടീമിന്റെ ഇതിലാണെങ്കിലും ഉണ്ട്. അപ്പൊ റിയൽമി സ്പോൺസർ ചെയ്യുന്ന BGSൽ IQയുടെ ബ്രാൻഡിങ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റ് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു IQ ടീമുകൾ ബാക്ക് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് ട്വീറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ഓണേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 6 ടീമുകളും ഇല്ലെങ്കിൽ BGMA ഇ സ്പോർട്സ് ഫുള്ളി ഡൗൺ ആവും, അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഫുള്ളി ഡൗൺ ആവുന്ന ഉറപ്പാണ്. കാരണം അത്രത്തോളം വ്യൂവർഷിപ്പാണ് സോളും മാർട്ടിക്സും 8-bit ഒക്കെ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ ഒരു ഇഷ്യൂ ഇപ്പൊ മാത്രമല്ല, ഇതിന് മുന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. BGS ഇതിന് മുന്നേ IQ ആയിരുന്നു സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഗോൾഡ് ലൈക്കിനെ റിയൽമി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ക്രാഫ്റ്റൺ ഗോൾഡ് ലൈക്കിനോട് റിയൽമിയുടെ ആ ഒരു സ്പോൺസർഷിപ്പ് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഗോൾഡ് ലൈക്കിന്റെ കൂടെ ഈ ഒരു ടീമുകൾ വേറെ ബാക്കി ടീമുകൾ ആരും കൂടെ നിന്നിട്ടില്ലായിരുന്നു. ഗോൾഡ് ലൈക്കിന് ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ബാക്കിയുള്ള വമ്പൻ ടീമുകൾക്കൊക്കെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവരെല്ലാവരും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഇതുപോലെ സ്പോൺസർഷിപ്പിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്കോസിസ്റ്റം വളരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും യുണൈറ്റ് ആയി. പക്ഷെ അന്ന് ഗോൾ ലൈക്കിന് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആരും ഗോൾ ലൈക്കിന്റെ മുന്നിൽ നിന്നില്ല. അത് ഭയങ്കര ഒരു
ഇതാണ്. അവർക്കിപ്പോൾ സ്വന്തം ഇഷ്യൂ വരുമ്പോൾ അവർ വലിയ രീതിയിൽ വരും. ബാക്കിയുള്ളവർക്ക് ഇഷ്യൂ വരുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലായി നമ്മളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. പക്ഷെ ഇങ്ങനെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എക്കോസിസ്റ്റത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐക്യു എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് 6 ടീമുകളെയാണ് സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫണ്ടിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നമ്മളുടെ ഈ ഒരു BGME സ്പോർട്സിലേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഒഴിവായി പോവുകയാണെങ്കിൽ ഒരുപാട് ഓർഗുകൾ ഷട്ട് ഡൗൺ ചെയ്തു പോകും. ഒരുപാട് പ്ലേയേഴ്സിന് സാലറി കിട്ടില്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ക്രാഫ്റ്റൺ ഈ ഒരു സ്പോൺസർഷിപ്പിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും റൂൾസുകൾ കൊണ്ടുവരോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു ടീമുകൾ കളിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇനി ഐക്യൂടെ ബ്രാൻഡിങ് അവർ ഒഴിവാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുന്ന കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.